ഇപ്പൊ ഇന്ന് ചാനലുകളിലൊക്കെ വളരെ വിവാദമായി ചർച്ച ചെയ്യുന്നതാണ് ഒരു പെൺകുട്ടിന്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവള് പ്രേമത്തിലൂടെ ഒരാളെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പം എന്താ ഉണ്ടായത്? വിവാഹം പോലും ഭംഗിയായി നടന്നില്ല. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? പ്രശ്നമായി. അപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടപ്പോൾ അതിന്റെ ഒരു കാരണമായിട്ട് അതിൽ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവന്റെ ചില വേറുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവൾ കണ്ടു. അപ്പോൾ അങ്ങനെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ എനിക്കൊരു ഭർത്താവാകാൻ യോഗ്യനല്ല എന്ന് വിചാരിച്ച് അവൾ മാറിപ്പോവല്ല ചെയ്തത്. ഒരു നല്ല ഭർത്താവിനെ സെലക്ട് ചെയ്യാനുള്ള വഴിയാണ് പ്രേമം എന്നല്ല ഇപ്പോൾ പറയണത്. അവളെന്താ ചെയ്ത്? അവന് മാപ്പ് കൊടുക്കുക ചെയ്ത്. അവന് മാപ്പ് കൊടുത്തിട്ട് ക്ഷമ കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്ത് തുടർന്നപ്പോൾ എന്താ വെച്ചാൽ അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൾ മരിക്കട്ടെ വെച്ചപ്പോൾ അവൻ സമ്മതം കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് അതിൽ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാണ് സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞ ഏറ്റവും നല്ല ഒരാളെ സെലക്ട് ചെയ്തിട്ട് അത് ഏറ്റവും വലിയൊരു അബദ്ധമായി എന്ന് മാത്രമല്ല ഒരു മരണത്തിൽ അഭയം തേടേണ്ട ഒരു അവസ്ഥയ്ക്ക് ആ പെൺകുട്ടി എത്തി. സത്യത്തിൽ ഈ വിവാഹത്തിന്റെ പരാജയങ്ങൾക്ക് കാരണം പരിചയമല്ലാത്തൊരു ഭർത്താവിന്റെ കൂടെ ചേരുന്നതാണ് എന്ന ഒരു നരേഷൻ ഉണ്ടാക്കിയിട്ട് പ്രേമമാണ് ഒരു നല്ല വഴി എന്ന് സമൂഹത്തിൽ വരുത്താണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് കുറേ പോസിറ്റീവുകളുണ്ട്, എന്നാൽ പ്രേമത്തിന് ഒരു പോസിറ്റീവ് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ അടിസ്ഥാനപരമായി വരേണ്ടത് പ്രേമം അത് എന്തിലേക്ക് മതപരിവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ നിർബന്ധിതമായ അതിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രേമം വേണ്ട എന്ന് മക്കളോട് പറയാനല്ല. ആ ചർച്ചയിൽ ഉടനീളം എല്ലാവരും പറയുന്നത് പ്രേമം വിശുദ്ധമാണ്. എന്താ പ്രേമം? ഒരു പ്രായപൂർത്തിയായ ആണും പെണ്ണും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ഇടപെടലുകളെയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒരു വിവാഹം നടക്കാൻ എന്താണ് വിവാഹിതരാകുന്നവർ നേരത്തെ തന്നെ കുറച്ചു കാലം ജീവിച്ച് പരിചയമായാൽ പറ്റുമെന്നത് തികച്ചും അബദ്ധപരമായിട്ടുള്ള ഒരു ധാരണയാണ്. ഇപ്പോൾ 10 കൊല്ലമൊക്കെ പ്രേമിച്ച ആൾ ഒരു പുരുഷനെ കുറിച്ച് ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പോലും അവൾക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല, ചിലപ്പോൾ അറിയില്ല. അത്രമാത്രം അജ്ഞതയാണ്. പിന്നെ ഒരു വ്യക്തി ഒരു പെൺകുട്ടിനെ വശീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അവന്റെ എല്ലാ ദുസ്വഭാവങ്ങളെയും അവൻ എന്ത് ചെയ്യാണ്? മറച്ചു വെക്കുകയാണ് ചെയ്യുക. അവൻ പുകവലിക്കുന്ന ആളാണെങ്കിൽ തൽക്കാലം പുകവലിക്കാരനല്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തുക ചെയ്യും. കാരണം അവർക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന ഒന്നും അവനിന്ന് കാണിക്കൂല. അപ്പൊ അവനിൽ എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു കാര്യം. പിന്നെ അവൾക്കും എപ്പോഴത് മനസ്സിലാവുക ഒരു കല്യാണം കഴിയുമ്പോൾ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വിവാഹം അങ്ങനെയല്ല. ക്യാമ്പസിൽ നിന്ന് എവിടെയെങ്കിലും ആൺകുട്ടിനെ പെൺകുട്ടിനെ കണ്ടാൽ അവർ തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു നിമിഷം കൊണ്ട് പ്രേമം, ഒരു നോട്ടം കൊണ്ട് പ്രേമമാവുക, ഒരു കമന്റ് കൊണ്ട് പ്രേമമാവുക. വിവാഹം അങ്ങനെ നടക്കില്ല. വിവാഹം ഒരു കമന്റ് കൊണ്ടോ ഒരു കാഴ്ച കൊണ്ടോ നടക്കുന്ന ഒന്നല്ല. നമ്മൾ കാണണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ആദ്യം സാഹചര്യങ്ങൾ അനുകൂലമാണോ നോക്കിയിട്ടുള്ളൂ. ഏജ് ചോദിക്കും, സ്ഥലം ചോദിക്കും, നാട് ചോദിക്കും, താല്പര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ നമ്മളൊരു പ്രപ്പോസലിന്റെ പരസ്യത്തിൽ കണ്ടിട്ട് ഒരു മാട്രിമോണിയൽ പരസ്യത്തിൽ കണ്ടിട്ടാണ് എന്ത് ചെയ്യണത്? ആദ്യം നിങ്ങൾക്ക് പറ്റുമോ നോക്കി അനേകം ബയോഡാറ്റകളിൽ നിന്നാണ് ഒരു പ്രൊഫൈൽ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഉത്തരവാദിത്തോടെ അന്വേഷണങ്ങൾ നടക്കണം, നിരീക്ഷണങ്ങൾ നടക്കണം. ഏറ്റവും മിനിമം അവന്റെ ഫേസ്ബുക്കിലോ അവന്റെ സോഷ്യൽ മീഡിയയിലോ കയറി കഴിഞ്ഞാൽ അവനെ കുറിച്ച് കിട്ടും, അവളെ കുറിച്ച് കിട്ടും. ഇങ്ങനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാ യോജിപ്പുകളും പരിഗണിച്ചിട്ടാണ് ഇതിന് വിവാഹത്തിലേക്ക് പോകുന്നത്. ഒരു ലേഡിയായിട്ട് അഡ്വക്കേറ്റ് ഒരു കുടുംബ കോടതിയുടെ വക്കീലാണ്. അവർ പറയണം എൻ്റെ അടുത്ത് വന്ന 10 ഡൈവോഴ്സ് ആകാൻ വേണ്ടി ആവശ്യപ്പെട്ട കേസുകൾ 9 എന്താണ്? പ്രേമ കേസ്. അപ്പോൾ അതൊരു വഴിയല്ല.